ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ജോലിക്ക് പോകണ്ടോ, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, ജോലിക്ക് വീണ്ടും പോകാൻ പറ്റിയോ, അസുഖങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പം എൻ്റെ അസുഖങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറി. എനിക്ക് മരുന്നും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം മരുന്നും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ജോലിക്ക് ട്രൈ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ജോലിയൊന്നും ശരിയാവണില്ല. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്ഫിറ്റ് ഇങ്ങനെയല്ലോ, രോഗം മാറിയെങ്കിലും രോഗത്തിൽ നിന്ന് എനിക്ക് മോചനം കിട്ടി. പക്ഷേ എങ്കിലും നമ്മുടെ ഔട്ട്ഫിറ്റ് കാണുമ്പോൾ ഇയാളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ഒരു അസുഖം വന്ന് വയ്യാതെ ആവോ, അവരുടെ തലയിലാവോ. ഞാൻ എക്സ്റേ ആയിരുന്നു പഠിച്ചത്. അപ്പം കുറേ സ്ഥലത്ത് ഇൻ്റർവ്യൂവിനൊക്കെ പോയി. അപ്പം നമ്മുടെ ഔട്ട്ഫിറ്റ് കാണുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നാലോ പറയാം. അപ്പം എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒക്കെയാണ് ഞാൻ സ്ഥലത്ത് പോവാറ്. അപ്പം അവർ വിചാരിക്കും എനിക്ക് അസുഖമൊന്നും ശരിക്കും മാറിയിട്ടില്ല, അതുകൊണ്ട് ഇയാളെ ജോലിക്ക് എടുക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ തോന്നും. അപ്പം എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് നിൽക്കുന്ന ആൾക്കാർ പലരും പറഞ്ഞിട്ടുണ്ട്, ഇയാൾ കുറച്ച് നാൾ അസുഖമൊക്കെ മാറി കഴിഞ്ഞിട്ട് ജോലിക്ക് വാ, എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സത്യം പറഞ്ഞ ജോലിക്കൊന്നും നോക്കാത്തത്. അന്നേരം കാരണം എല്ലാവരുടെ അടുത്ത് പോയാൽ ഇതൊക്കെ തന്നെയാണ് അവർ മറുപടി പറയണം. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, കുറച്ച് നാൾ എന്തെങ്കിലും പഠിക്കുകയൊക്കെ ചെയ്യാം, എന്നിട്ട് നോക്കാം, ജോലിക്ക് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നു. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓൺലൈനിലൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മുടിയൊക്കെ വളർന്നു കേട്ടോ, ദേ ഇവിടെ വരി. എന്നിട്ട് പിന്നെ ഫുള്ള് കാണിച്ചു തരാം. ദേ ഇവിടെ വരെ ശരിക്കും വളർന്നു കണ്ടോ. എന്നിട്ട് ഞാൻ ഈ ഹെയർ ബാൻഡ് എൻ്റെ മൂത്ത ആക്കടിയാ, പൊന്നൂസിൻ്റെയാ. അപ്പം ഞാനിതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ വയ്ക്കുമ്പോൾ ഇത് ഒതുങ്ങിയിരിക്കും കണ്ടോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം ഈ ഒരു ഔട്ട്ഫിറ്റ് കാരണം ആൾക്കാർ ജോലിക്ക് സദ്യത്തിൽ എടുക്കുന്നില്ല. നമ്മുടെ ഇങ്ങനെയാണല്ലോ നമ്മുടെ വേഷം. എന്താണെന്ന് ചോദിക്കുമ്പോൾ നുണ പറയാൻ അറിയില്ലാത്തതുകൊണ്ടല്ല, നുണ പറയണ എന്തിനാണെന്ന് ഓർത്തിട്ടാ. നമ്മളിപ്പോൾ നാളെ ജോലിക്ക് ചെന്ന് കഴിഞ്ഞാലും അവർ വല്ല നമ്മുടെ ഭാഗ്യ ഇല്ലായ്മ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ച് നാളെ ഇതാ ഇന്ന അസുഖമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറയും, എനിക്ക് ക്യാൻസർ വന്നതായിരുന്നു, ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞു, തലമുടി പോയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ വല്ലാത്ത രീതിയിൽ നമ്മളെ സഹതാപത്തോടു കൂടി നോക്കും. ഇപ്പോൾ വേണ്ട മോളെ, ഇപ്പോൾ ജോലിക്ക് പോകണ്ട, ഇപ്പോൾ വരണ്ട, കുറച്ച് നാൾ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നല്ല സ്നേഹത്തോടു കൂടി തിരിച്ചു വിടും, ജോലിക്ക് എടുക്കൂല. അതാണ് എനിക്ക് സംഭവിച്ചത് കേട്ടോ. ഹോസ്പിറ്റലിലെ പേരുകളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, ഒരുപാട് ഹോസ്പിറ്റൽ, പെരുമ്പാവൂർ, അതിൻ്റെ കോതങ്ങൾ, അങ്ങനെ ചെന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഇപ്പോൾ കുറച്ച് നാളിലേക്ക് എന്തായാലും ഒരു ഷോർട്ട് ഹെയർ ആവട്ടെ, മുടി ഇച്ചിരൂടെ വളരട്ടെ, അത് കഴിഞ്ഞിട്ട് ജോലിക്ക് നോക്കാം, പെട്ടെന്ന് ജോലിക്ക് കയറണ്ട, പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് ഞാനും സ്വയമൊക്കെ പഠിച്ച് ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പഠിക്കണേൻ്റെ വേറെ ഗുണമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പം എനിക്ക് എല്ലാ ദിവസവും പഠിക്കാനുള്ളത് കൊണ്ട് ഞാനും വൈകുന്നേരം വരുമ്പോൾ വായിക്കാനൊക്കെ എഴുതാനൊക്കെ ഞാനേ ഇരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പിള്ളേരും ആ ഒരു ഇത് കാണുമ്പോൾ പിള്ളേർ എന്ത് ചെയ്യും, പിള്ളേരിനെ നമ്മൾ പിടിച്ച് ഇരുത്തി പഠിപ്പിക്കണ്ട, പിള്ളേരും ആ ഒരു വഴിയിലേക്ക് വന്ന് പഠിക്കും. അപ്പോൾ ഈ പറഞ്ഞ മാതിരി അവർക്കും പറഞ്ഞു കൊടുക്കാൻ എളുപ്പമുണ്ട്, നമുക്കും പഠിക്കാൻ എളുപ്പമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഒരു റുട്ടീൻ പോകുന്നത്, അങ്ങനെയാണ്. പിന്നെ പകലൊക്കെ ഇരിക്കുമ്പോൾ ഇതുപോലെ വീഡിയോ ഒക്കെ ചെയ്യും. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയും. പിന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ പോകും. ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര ചുമയുണ്ട് ഇടയ്ക്കിടയ്ക്ക്. തിളപ്പിച്ച വെള്ളം തന്നെ, പക്ഷെ അത് തണുക്കൂലോ. ചൂടിനോട് കുഴപ്പമില്ല, പക്ഷെ തണുത്തിട്ട് അതൊന്ന് ആറിക്കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കുടിക്കണേ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിക്കലില്ല. പക്ഷെ തിളപ്പിച്ച വെള്ളം തന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറേ നേരം 1-2 മണിക്കൂർ കഴിയുമ്പോൾ അതൊന്ന് തണുക്കും. ആ തണുത്ത വെള്ളം കുടിക്കുമ്പോഴും ഇങ്ങനെ എനിക്ക് ചുമയ്ക്കും.
അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പരമാവധി അത് കാരണം വെള്ളം ചൂടനോടെ കഴിക്കുകയാണ് ഇപ്പോൾ ചെയ്യാറ്. ഇതിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കണ ആൾക്കാരിൽ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. എൻ്റെ അവസ്ഥയിൽ കടന്നു പോകുന്ന കുറച്ച് പേര്, ഒരുപാട് പേര് ഉണ്ട് ഇപ്പോൾ നിലവിൽ, എനിക്കറിയാം. അപ്പോൾ അവർക്കും ഇത് മനസ്സിലായി കാണും. അപ്പം ഞാൻ കൂടുതലും എന്താ പറയുക, കൂടുതലിപ്പോൾ വെള്ളം അങ്ങനെ തണുത്തോളം കുടിക്കാറില്ല. പിന്നെ നമുക്ക് ഈ ക്യാൻസർ വന്ന ആൾക്കാർക്കൊരു ഡിഫക്റ്റ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും അവർക്ക്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തൊട്ടടുത്ത ആരെങ്കിലും പിള്ളേർക്കോ അമ്മയ്ക്കോ ആർക്കെങ്കിലുമൊക്കെ ജലദോഷമോ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിള്ളേരെക്കാളും കൂടുതൽ പെട്ടെന്ന് ബാധിക്കണത് എനിക്കാണ്. അതിപ്പോൾ മഴ വന്നാലും മഴയത്തൊന്ന് ചുമ്മാ വണ്ടിയിൽ പോയിട്ട് തലയൊന്ന് ചെറുതായിട്ട് നനഞ്ഞാൽ മതി, പക്ഷെ തലവേദന എടുക്കും. പിന്നെ ഈ പറഞ്ഞ കണക്ക് പെട്ടെന്ന് പനിക്കും, ജലദോഷം വരും. അങ്ങനെയൊക്കെ ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. അപ്പം അതിന് ഫുഡ് കഴിച്ച് കൺട്രോൾ ചെയ്യാനാണ് പറ്റുമോ. അപ്പം ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ നോക്കുക എല്ലാവരും. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഇത്രയൊക്കെയുള്ളൂ കേട്ടോ വീഡിയോ. ഓക്കെ, താങ്ക് യു.